ഒരാളെ കൂടെ നിർത്താൻ പറഞ്ഞാൽ കേൾക്കൂല. ഒറ്റയ്ക്ക് ഇങ്ങനെ എത്രയെന്നും പറഞ്ഞ് കഷ്ടപ്പെടും. ഞാനും കൂടി കടയിലേക്ക് വന്നാലോ? അതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയൊന്നുമല്ല. തന്നെയല്ല, പലതരത്തിലുള്ള ആണുങ്ങൾ വരുന്ന സ്ഥലമാണ് അത്. ഇനി ഇപ്പൊ ആര് വന്ന് എന്നെ കൊത്തിക്കൊണ്ടു പോവാനാ? ഇങ്ങനെ ഇവിടെ കിടന്ന് മൂത്ത് നരച്ച് ചാവാനായിരിക്കും എന്റെ വിധി. ആകെ ഒന്ന് മയങ്ങാൻ കിട്ടുന്ന സമയമാ. ഓ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്നാ മതി. എനിക്കറിയാം, ഈ ഇടയായിട്ട് എപ്പോഴും എന്നെ കുറ്റം പറച്ചില് തന്നെ. ദേ, ഞാൻ കൂടെ വന്ന ഒരു സഹായാവുമല്ലോ എന്ന് ഓർത്തിട്ടാ. ഇവിടെ ഇങ്ങനെ അടച്ചു മൂടിയിരുന്ന് മടുത്തു. നിന്നെ ആരെങ്കിലും ഒന്ന് നോക്കുന്ന കൂടെ എനിക്ക് ഇഷ്ടമല്ല. ഓ, പിന്നെ ഈ പ്രായത്തിലല്ലേ എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോവാൻ? ഏയ്, പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ കാരണം നീ കഷ്ടപ്പെടാൻ പാടില്ല. എനിക്കറിയാം എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. എന്നാലും ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കൊണ്ട് തൽക്കാലം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ആലോചിക്കാം. അച്ഛനിന്ന് താമസിച്ചു പോയല്ലോ. അച്ഛൻ എനിക്ക് താമസിച്ചു മക്കളെ. അച്ഛനോട് നാളെ തന്നെ സ്കൂളിൽ ചെല്ലാൻ മാം പറഞ്ഞു. എന്തിനാ മക്കളെ? ഈ മാസത്തെ ഫീസ് അടച്ചല്ലോ, പിന്നെന്തിനാ? എനിക്കറിയില്ല. എന്താടേ ഗംഗ? ഓ, എന്തിനു പറയാനാ? അണ്ണു, മുട്ട തിരുമ്പൽ ഡബിൾ എടുത്തോ?
ഈ 108 സമ്മതിക്കണം അല്ലേ അണ്ണാ? ഡെയിലി എത്ര എണ്ണത്തിനാണ് രക്ഷിക്കുന്നത്? ആ അതിനുള്ള പുണ്യം അവർക്ക് കിട്ടും. എന്നാലും ഉമാരാരും കഷ്ടം തന്നെ. ഓ, ആ മെഡിക്കൽ കളന് മുമ്പ് എന്നാ കാണാം. ഉം. ഇപ്പൊ കച്ചവടമൊക്കെ കുറഞ്ഞല്ലേ അണ്ണാ? ഓ പഴയതുപോലെ പോരാ. ഇപ്പൊ ആളുകൾക്ക് ഫാസ്റ്റ് ഫുഡാണ് ഇഷ്ടം. തന്നെയല്ല, ഇപ്പൊ സിറ്റിയിൽ തട്ടുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ആ ഇനിയിപ്പൊ കച്ചവടം പിടിക്കണമെങ്കിൽ അണ്ണൻ ചില പുതിയ നമ്പറുകളൊക്കെ ഇറക്കേണ്ടി വരും. ഉം. ഒരു പുതിയ നമ്പറും വേണ്ട, ഇതുപോലെയൊക്കെ അങ്ങ് പോയാൽ മതി. മായം ചേർക്കാത്ത രസവടയും ചമ്മന്തിയൊക്കെ വേറെ എവിടെ കിട്ടൂടെ ഗംഗ? ആ പ്ലേറ്റ് എടു. കനകന് വിധിച്ചത് കനകന് കിട്ടും. അത് ശരി തന്നെ. ഇല്ലെങ്കിൽ പേയാടിന് ഇതുവരെ കാലി അടിച്ചു വരുമോ? ഇനി ഞാൻ അവിടെ ശരിയാവില്ല അണ്ണോ. വയനാട് വരെ സമയമായി. ഇതിലിപ്പോ എന്തോന്ന് ഇത്ര ആലോചിക്കാൻ? ജീവിക്കണമെങ്കിൽ പല വേഷവും കെട്ടേണ്ടി വരും. ശമ്പളത്തിനൊരാളെ നിർത്തിയ 100-500 കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ കെട്ടിയോളായാൽ എന്താ കുഴപ്പം? വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്നുള്ള വത്സാമണിയുടെ ആ മുഷിച്ചിലൊന്ന് മാറും. എന്നാലും പെണ്ണുങ്ങളെ കൊണ്ട് തട്ടുകടയിൽ പണിയെടുപ്പിക്കുന്നത് അതിനെന്താ, നിന്റെ കൂടെയല്ലേ? അല്ല, രാത്രികാല പണിയല്ലേ. അവള് കൂടെ വന്ന കുട്ടികളുടെ കാര്യം പ്രശ്നമാവും. ആ അപ്പൊ അതാണ് കാര്യം. പിന്നെ ഞങ്ങൾ ഇവിടെ എന്തിനാ? അതോർത്ത് വിഷമിക്കണ്ട. 2 പെൺപിള്ളേരാ. അവർ ദാന്ന് പറഞ്ഞങ്ങ് വളരും. ഉള്ള നേരത്തിന് 10 കാശുണ്ടാക്കി വെച്ചാൽ വല്ലോൻ്റെയും കൂടെ അന്തസ്സായി പറഞ്ഞു വിടാം. നമ്മൾ വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ. പിറക്കുമ്പം തന്നെ റബ്ബുല്ലാലമീനായ തമ്പുരാൻ തലയിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛാ, സ്കൂളിൽ വരാൻ മറക്കല്ലേ? ശരി മക്കളെ. വരൂ. ഓ നമസ്കാരം. നമസ്തേ. ഇരിക്കൂ. ഐശ്വര്യയുടെ ഫാദർ. അതെ. പരിഭ്രമിക്കണ്ട. മകളെക്കുറിച്ച് പരാതി പറയാനല്ല വിളിപ്പിച്ചത്, നല്ലത് പറയാനാ. ഐശ്വര്യ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അവൾക്കൊരു ഡോക്ടർ ആകണമെന്നാണ് മോഹം. അവൾക്കതിന് കഴിയും. ഈ വെക്കേഷന് തന്നെ അവളെ എൻട്രൻസ് കോച്ചിങ്ങിന് അയക്കാൻ കഴിഞ്ഞാൽ ഷി വിൽ ബിക്കം എ ഡോക്ടർ. അത് പിന്നെ വീട്ടിലെ പ്രാരാബ്ദോർത്ത് ഐശ്വര്യ ഇക്കാര്യം പറയാത്തതാ. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ചെയ്യാൻ ടീച്ചർ. സ്കൂളിൽ നിന്ന് കഴിയുന്ന സഹായം ഞങ്ങളും ചെയ്യാം. മകളെ വിളിക്കണം. വേണ്ട, വെറുതെ ക്ലാസ് കളയണ്ട. എന്നാ ശരി, ആയിക്കോട്ടെ. നമസ്കാരം. ആ